രാത്രി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഞാൻ നിന്നെ കണ്ടിരുന്നു, സെബാസ്റ്റ്യൻ. കൊലപാതകി. ശരിയാ, ഞാനാകുന്നത്. എനിക്ക് കിടക്കാൻ പറ്റാത്ത ആ ഡോറിലൂടെ ഞാൻ കയറി, എനിക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു കസേരയിൽ ഞാൻ ഇരുന്ന്, ഒരു കാരണമില്ലാതെ എന്റെ ഷെപ്പേർഡിനെ കൊല്ലാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുത്തു വെച്ച് അതിൽ കുറച്ച് വിഷം പിഴിഞ്ഞു കൊടുത്തു. അതും ദാ ഇത് വെച്ച്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മനുഷ്യരെ കണ്ടിരുന്നോ? ഞാൻ ജോർജിന്റെ പ്രേതത്തിനെ കണ്ടു. കള്ളം പറയല്ലേ? ഞാൻ കണ്ടതാ. പ്രേതം ജോർജിന്റെ മേത്തുനിന്ന് എഴുന്നേറ്റു. എനിക്കത് ഇരുട്ടത്ത് അത്ര നല്ല പോലെ കാണാൻ പറ്റിയില്ല. പക്ഷെ അതിനെ ജോർജിന്റെ മണായിരുന്നു. പിന്നെ പ്ലീസ് പിന്റെല്ലാം നീ ഒന്ന് മിണ്ടാതിരിക്കൂ. ബെൽസ് 2 ദിവസം മുമ്പ് മണി അടിച്ചതാണല്ലോ. നാട്ടുകാരെ വിളിച്ചു കൂട്ടാൻ വേണ്ടി അവരിങ്ങനെ മണി അടിക്കാറുണ്ട്. ഇത് ജോർജിന് വേണ്ടിയാണ്. അത് ശരിയാണ്. നൈറ്റ് ടൈം സ്റ്റോറീസിലൊക്കെ മനുഷ്യർ എപ്പോഴും ഇതുപോലെ ഒരുമിച്ച് കൂടാറുണ്ട്, മരണവിവരം അറിയിക്കാനായി. അപ്പോഴൊക്കെ കൊലയാളി അവർക്കിടയിൽ ഉണ്ടാവാറുണ്ട്. നമുക്കിപ്പൊ തന്നെ അവിടെ എത്തണം. ഇവിടം വിട്ടു പോവാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ? ഈ പുൽമേട് വിട്ട് നിങ്ങൾ ആരും ഇവിടെയും പോയിട്ടില്ല. മറ്റൊന്നിലും